യുഡിഎഫിലേക്ക് സിപിഐയെ ക്ഷണിച്ച കൺവീനർ അടൂർ പ്രകാശിനെതിരെ സിപിഐ നേതാവ് ആനി രാജ രംഗത്തെത്തിയിരിക്കുകയാണ്. സിപിഐയുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഈ നടപടി. വരുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മുന്നണിയിലേക്ക് പുതിയ പാർട്ടികളെ തേടുന്നത്. സിപിഐയെ ഒറ്റുകാരായി ചിത്രീകരിച്ച സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിനും മറുപടി പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ ദോഷം മാത്രം കാണുന്നവർ വാസ്തവം മറച്ചുവെക്കുകയാണെന്നും ആനി രാജ മീഡിയ വണ്ണോട് പറഞ്ഞു. സിപിഐയെ യുഡിഎഫിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് യുഡിഎഫ് കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ്. ഇതേക്കുറിച്ച് പ്രതികരിക്കാനായി സിപിഐ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ ആനി രാജയാണ് നമ്മളൊപ്പം ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ, ഇതെന്തായിരിക്കും ഇങ്ങനൊരു ക്ഷണത്തിനൊരു കാരണം? അല്ല, അത് സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല വന്നിരിക്കുകയാണ് ശ്രീ അടൂർ പ്രകാശിന്. അപ്പോൾ അങ്ങനെ ചുമതലയിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കുറച്ച് ആളുകളുടെ ഞാൻ ഈ ഒരു പദവിയിലുണ്ട് എന്നുള്ളത് അറിയിക്കേണ്ടത് ഒരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ നടത്തിയ ഒരു എന്താണ് അഭിപ്രായമാവാം അത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് വസ്തുതകൾ അറിയാമെങ്കിലും അത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയാൽ അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇളക്കം വരുത്താനോ പറ്റുമെന്നാണ് അദ്ദേഹം കരുതിയ ഒരു പ്രയോഗം നടത്തിയതെങ്കിൽ അത് ഈ സിപിഐയെയും ഇടതുപക്ഷ മുന്നണിയെയും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടുള്ള അറിവില്ലായ്മ കൊണ്ട് വന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിലമ്പൂരിലെ വലിയ വിജയത്തിന് ശേഷമാണ് അടൂർ പ്രകാശ് ഇത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായി നിലവിലെ മുന്നണി സംവിധാനം പോരാ എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അല്ല, അതങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശരിക്കും സത്യമാകാനാണല്ലോ. കാരണം വെച്ചാൽ ഇത്ര വലിയൊരു വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ നേതൃത്വം മുഴുവൻ ഒന്നടങ്കം കൊട്ടിഘോഷിക്കുമ്പോഴും അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇടതുമുന്നണിയുള്ള ഒരു പാർട്ടിയോട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുമെന്ന് പറയുന്നത് തന്നെ ആ യുഡിഎഫിൻ്റെ കൺവീനർക്ക് ഈ വിജയത്തിലും വിശ്വാസമില്ല, ഇനി അങ്ങോട്ട് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിലും വലിയ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആരെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് വിജയിക്കാം, പക്ഷെ കൂട്ടാൻ നോക്കിയ കൂട്ടർ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കൂട്ടരാണ്. സിപിഎമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറയുന്നുണ്ടായിരുന്നു, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നലെ 50 വർഷം തികഞ്ഞതാണ്, ഈ സമയത്ത് സിപിഎമ്മുകാരെ ഒറ്റുകൊടുത്തതായിരുന്നത്. അങ്ങനെ ആ തരത്തിലുള്ളൊരു പാർട്ടിയുടെ അകത്ത് ഒരു ചർച്ച, ഒരു പ്രശ്നമുണ്ടോ? അല്ല, ഇതിൽ ഞാൻ വീണ്ടും പറയാണ്, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സിപിഐയെ കുറിച്ച് ദോഷം പറയുന്നവർ വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അതേ സിപിഐ ആണ് ഞങ്ങൾ പിന്തുണച്ചു. പക്ഷേ ആ പിന്തുണയുടെ ഉണ്ടായിരുന്ന കാലത്താണ് ഈ രാജ്യത്തെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി തീരുമാനങ്ങൾ അന്നത്തെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് എടുത്തതെന്നുള്ളത് ഒരു ഭാഗത്ത്. പക്ഷേ എന്നാൽ അതിനപ്പുറത്ത് അത്തരം നല്ല തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് അത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വിരുദ്ധമായിട്ട്, മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ആ ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് പിന്തുണച്ച അതേ സിപിഐ ആ പിന്തുണ പിൻവലിച്ചുകൊണ്ട് പുറത്തു വന്നു. അതുകൂടി പറയാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചങ്കുറ്റം ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നവർ കാണിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആരിഫ് മുഹമ്മദിനൊപ്പം ധനസ്, മീഡിയ 1, ഡൽഹി.